ഹലോ നമസ്കാരം, വിപിനാണ്. ഈ സേവാ കേന്ദ്രത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഇപ്പോൾ ഒരു വീഡിയോ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ വരാൻ കാരണം വേറെ ഒന്നല്ല, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിച്ചിരിക്കുക. അതായത് നമ്മുടെ ഓൺലൈൻ മേഖലയിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീസൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം മാർച്ച് ഏപ്രിൽ മാസം കുറച്ച് വർക്ക് ഡള്ളായിരുന്നു, അൺസീസൺ ടൈമാണ്. പക്ഷെ നമുക്കൊരു മെയ് മാസം, അതായത് 10ാം ക്ലാസ് റിസൾട്ടൊക്കെ വന്നതിന് ശേഷമുള്ള ഒരു ടൈം എന്ന് പറയുന്നത് നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനും നമുക്ക് നല്ല സർവീസ് കൊടുക്കാനും പറ്റുന്ന, അതായത് നമ്മളുടെ സ്ഥാപനം ജനങ്ങളിലേക്ക് എത്തിക്കാനും എല്ലാം കൊണ്ടും നല്ലൊരു ടൈം സ്റ്റാർട്ട് ചെയ്ത ടൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അത് അറിയണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ആയിട്ട് ഇടാതെ തന്നെ ഒരു വീഡിയോ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ വരാൻ കാരണം. അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ കുറച്ചൊരു പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ലേ നമ്മൾ ഈ ഒരു സ്ഥാപനം തുടങ്ങിയത്. അപ്പോൾ അതൊന്ന് റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു ടൈം മനസ്സിലാക്കി ആ രീതിയിൽ മാർക്കറ്റ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റിംഗ് ചെയ്യാതെ ഒരു സ്ഥാപനം, ഒരു ബിസിനസ്സും വളർന്നിട്ടില്ല. അപ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കസ്റ്റമേഴ്സ് നമ്മുടെ ഷോപ്പിലേക്ക് കയറി വരുമെന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ ഇരിക്കരുത്. ഒരു സൈഡിൽ കൂടെ മാർക്കറ്റിങ്ങും ഏതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലൊക്കെ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലൊക്കെ മാർക്കറ്റിംഗ് ചെയ്യാൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണം. അതുപോലെ തന്നെ വാട്സപ്പിൽ നമ്മൾ ഇട്ട് തരുന്ന പോസ്റ്റേഴ്സ്, കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റാറ്റസായിട്ടും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്തിട്ടും മറ്റ് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ഒരു സൈഡിൽ കൂടെ നടക്കണം. ഒരു സൈഡിൽ കൂടെ നിങ്ങൾ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് വിനിയോഗിക്കണം. അപ്പം നല്ലൊരു ടൈമാണ്. അത് നിങ്ങൾ വിട്ട് കളയരുത്. ഈ ഒരു 3 മാസം വളരെയധികം നമ്മളെ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് മാസമാണ്. അപ്പോൾ അത് അത്രയും സീരിയസ് ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ രൂപത്തിൽ തന്നെ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഈ കാര്യം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളെ സ്ഥാപനത്തിൽ വർക്ക് എടുക്കുന്ന സ്റ്റാഫിൻ്റെ അടുത്തൊരു കാര്യം പറയാനുള്ളത്, ഈ 3 മാസം നിങ്ങൾ ലീവ് എടുക്കുന്നത് വളരെയധികം ചുരുക്കണം. ലീവ് എടുക്കണ്ടെന്നല്ല പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും മരണം അല്ലെങ്കിൽ അസുഖം, ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ലീവ് എടുക്കുക. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ലീവ് എടുക്കാതെ നമ്മൾ വളരെ അധികം ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഒരു 3 മാസം നിങ്ങൾ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് വർക്ക് എടുക്കണം. എന്നാലേ നമുക്ക് ബിസിനസ് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണെങ്കിലും അതുപോലെ തന്നെ സെപ്റ്റംബറിലൊക്കെ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിലും ഈ വർക്കുകൾ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം ഇത് സീസൺ ടൈമാണ്, ഇത് സീസണൽ വർക്കാണ്. അതായത് ഇത് ഈ ഒരു 2-3 മാസം ഇതിൻ്റെ ഒരു ടൈം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നീട് ഈ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വർക്ക് ഇപ്പം സ്ലോ ആക്കുകയോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുകയോ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എക്സ്പീരിയൻസ് കിട്ടില്ല. പിന്നീട് നിങ്ങൾക്ക് അടുത്ത വർഷം വരെ വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് 2-3 ഗുണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ ബിസിനസ് ഗ്രോത്ത് ഉണ്ടാകും. 2, നമ്മളുടെ ബിസിനസ് എല്ലാവരിലും അറിയപ്പെടും. കാരണം ഇത് ഇപ്പം എന്ന് പറയുന്നത് അതായത് കുട്ടികൾക്കും കൂടി ആവശ്യമുള്ളൊരു ടൈമാണ്. അവരുടെ +1 അഡ്മിഷനും അതുപോലെ തന്നെ +2 ഡിഗ്രി അഡ്മിഷനും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ട് അവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റുകളൊക്കെ, അതുപോലെ തന്നെ ഇത് കഴിഞ്ഞാൽ സ്കോളർഷിപ്പൊക്കെ സ്റ്റാർട്ടാവും. അപ്പോൾ അത് അവരുടെ കൂടി ആവശ്യമാണ്. അപ്പോൾ അവർ നല്ല സെൻറ്റർ നോക്കി നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്ത് അവരെ നമ്മളുടെ സർവീസ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മളുടെ ഈ ബിസിനസ്സിൻ്റെ ലൈഫിന് ഒരു വലിയൊരു ഘടകമാണ്. ഈ 3 മാസം കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ വർക്കിന്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്റ്റാഫിനോട് പറയാനുള്ള കാര്യമാണ്, ലീവ് എടുക്കുന്നത് വളരെയധികം ചുരുക്കുക. നിങ്ങൾക്ക് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന്, ഹെഡ് ഓഫീസിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ട്രെയിനിങ് അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ തരാൻ തയ്യാറാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നുണ്ട്. എന്നാലും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ധൈര്യമായിട്ട് ചോദിച്ചോളൂ, ഞങ്ങളത് ഉണ്ടാക്കി തരും. കാരണം നിങ്ങളുടെ സ്ഥാപനത്തിന് വിജയം അല്ലെങ്കിൽ വരുമാനം ഉണ്ടായാലേ ഞങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. അപ്പം അതുകൊണ്ട് അത് നിങ്ങൾക്കും അറിയാമല്ലോ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റും, ചെയ്യണം.
അപ്പം നിങ്ങൾക്ക് അത് എന്തെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുക. കസ്റ്റമർ കെയർ സപ്പോർട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. മാക്സിമം ഗ്രൂപ്പ് ചോദിക്കുക കേട്ടോ. അപ്പോൾ വിളിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി വിളിച്ചു കഴിഞ്ഞാൽ എൻഗേജ്ഡ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഗ്രൂപ്പിലാവുമ്പോൾ എന്താ ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ വോയിസ് റെക്കോർഡായി കിടക്കും, അല്ലെങ്കിൽ അത് എല്ലാവർക്കും കാണാൻ പറ്റും. ഒരാൾ ബിസി ആണെങ്കിലും കുഴപ്പമില്ല, അടുത്ത ആളത് കാണും. അപ്പോൾ പെട്ടെന്ന് റിപ്ലൈ തരാൻ പറ്റും. മറ്റേ കോൾ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ സ്പീഡായിട്ട് നമുക്ക് വാട്സപ്പിൽ റിപ്ലൈ തരാൻ പറ്റും. അതുകൊണ്ടാണ് വാട്സപ്പിൽ ഡൗട്ട് ചോദിക്കണമെന്ന് പറയുന്നത്. വിളിക്കേണ്ടതെന്നല്ല പറയുന്നത്, ധൈര്യമായിട്ട് വിളിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ ഞങ്ങൾ ഫോൺ എടുക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ട്രെയിനിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും സെക്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് ചോദിച്ചോളൂ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾ ചോദിക്കണം. നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും വിട്ടുപോയാലും നിങ്ങൾ ചോദിച്ചാൽ നമുക്കത് ക്ലിയർ ആക്കി തരാൻ പറ്റും. ഓക്കെ. അപ്പം ഈ ഒരു 3 മാസം നിങ്ങൾ വളരെയധികം ഒന്ന് എന്താ പറയുക, ഒന്ന് എനർജറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ ഒന്ന് ബിസിനസ്സിന് വേണ്ടിയിട്ട്, നമുക്ക് ഫ്യൂച്ചറിന് വേണ്ടി, നമ്മുടെ ബിസിനസ്സിൻ്റെ ഫ്യൂച്ചറിന് ലൈഫിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ വർക്ക് എടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എന്ത് സപ്പോർട്ടിനും ഈ സേവാ കേന്ദ്രം നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. താങ്ക് യു വെരി മച്ച്.